കുറേ ദിവസം മഞ്ഞ് പെയ്തു. എന്നാൽ ഇപ്രാവശ്യം മഞ്ഞ് നല്ല കുറവായിരുന്നു. ക്രിസ്മസിനൊന്നും മഞ്ഞില്ലായിരുന്നു, നല്ല കാറ്റാണ്. ഇന്നിപ്പം കുറേ ദിവസത്തെ മൈനസ് ടെമ്പറേച്ചറിന് ശേഷം പ്ലസ് ടെമ്പറേച്ചറിലേക്ക് മാറി. ഈ പ്ലസ്സും ഈ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ പ്ലസ്സും കൂടെ വന്ന് നമ്മൾ വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എല്ലാവരും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒന്ന് തെന്നി വളരെ പതുക്കെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തലയും കുത്തി താഴെ കിടക്കും. അതാണ് അവസ്ഥ. നല്ല രീതിയിൽ പ്രാക്ടീസ് ഇല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല. ഞാനാണ് ഓർത്തുമില്ല, ചെരുപ്പ് ഇങ്ങനെ ഒരു ആണി പോലെ ഉള്ള ചെരുപ്പുകളാണ് ഈ സമയത്ത് ഇടേണ്ടത്. ഞാനാണത് ഇടാനും മറന്നുപോയി. നോർമലല്ല, തണുപ്പത്തിടുന്ന ചെരുപ്പ് തന്നെയാണ് ഇട്ടത്. പക്ഷെ ഈ സ്ലിപ്പാവാത്ത ചെരുപ്പല്ല ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ നിന്നുള്ള ഒരു ഇട റൂട്ടാണ്. മോനെ ഡേ കെയറിൽ നിന്ന് വിളിക്കാൻ പോവാണ്. ഈ മഞ്ഞിൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് ദേ കാണാമല്ലോ, ഇപ്പം നിറച്ചഴിക്കും. ഇത് പെയ്യുമ്പോൾ നല്ല സുഖമാണെങ്കിലും ഇത് 2-3 ദിവസം കിടന്ന് ഉറച്ചു കഴിഞ്ഞാൽ ഇത് കരിങ്കല്ല് പോലെ ഇരിക്കുകയും ചെയ്യും, നമ്മൾ വീഴുകയും ചെയ്യും. അതോടൊപ്പം ഈ റോഡിൽ നിന്നൊക്കെ മാറ്റി കഴിയുമ്പോൾ ഇങ്ങനെ അഴുക്ക് പിടിച്ച് മോശം അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മളിത് ദൂരെ നിന്ന് കാണുമ്പോഴെല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും. പക്ഷെ ഓരോന്നുമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ വിഷമം എന്തുവാണ്. ഈ മനുഷ്യരൊക്കെ എന്തോരം വിഷമിച്ച് സ്ട്രഗിൾ ചെയ്തുമാണ് ഈ കാലാവസ്ഥയോടൊക്കെ പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് നമ്മൾ. എന്നിട്ട് അവർക്ക് പരാതിയും പരിഭവമൊന്നുമില്ല, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. നമുക്കിത് മതിയാവുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പോവാം. ഇവരെങ്ങോട്ട് പോകും? ജനിച്ചു വളർന്ന സ്ഥലമല്ലേ, ഇവിടെ നിന്ന് അവർക്ക് എങ്ങോട്ടും പോകാറില്ല. ഇതുമായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കുക.